ഒരു ദിവസം രാവിലെ നിങ്ങളൊരു വാർത്ത കേട്ട് ഉണരുന്നു എന്ന് സങ്കല്പിക്കുക. എല്ലാ സമുദ്രങ്ങളും ശുദ്ധജലമായി മാറിയിരിക്കുന്നു. ആദ്യമൊക്കെ ഇതൊരു അത്ഭുതം പോലെ തോന്നില്ലേ? ജലക്ഷാമമുള്ള രാജ്യങ്ങൾക്ക് ഒരു സ്വപ്ന യാഥാർത്ഥ്യമായതുപോലെ. പക്ഷേ ഒരു നിമിഷം ഈ മാറ്റം ആഗോള കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് ഞാൻ പറഞ്ഞാലോ? ഈ ശുദ്ധജലം സമുദ്രങ്ങളിലെ ജീവിവർഗങ്ങളെ ഇല്ലാതാക്കാനും നഗരങ്ങളെ വെള്ളത്തിനടിയിലാക്കാനും നമ്മുടെ കാലാവസ്ഥ വ്യവസ്ഥയെ തകർക്കാനും കഴിയുമെന്ന് പറഞ്ഞാലോ? തയ്യാറായിരുന്നോളൂ, കാരണം നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഉപ്പിനോട് നിങ്ങൾക്ക് നന്ദി തോന്നിപ്പിച്ചേക്കാം. നമ്മളുടെ സമുദ്രങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% ഭാരം ഉൾക്കൊള്ളുന്നു. കൂടാതെ ഗ്രഹത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം 97% കടലിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഉപ്പുവെള്ളമാണ്, വളരെ ഉപ്പുള്ളത്. ഈ ഉപ്പ് സമുദ്ര ജീവികളുടെയും ആഗോള താപനിലയുടെയും സമുദ്രജല പ്രവാഹങ്ങളുടെയും അതിലോലമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി സങ്കല്പിക്കുക, ഒരു നിഗൂഢ സംഭവം നടക്കുന്നു. ഒരു പക്ഷേ ഒരു പെട്ടെന്നുള്ള കോസ്മിക് അനോമലി, ഒരു സയൻസ് ഫിക്ഷൻ തരത്തിലുള്ള രാസമാറ്റം, അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവികളുടെ പരീക്ഷണം. ഒരു നിമിഷം കൊണ്ട് ഉപ്പിന്റെ ഓരോ ആറ്റംസും ഭൂമിയിൽ നിന്ന് അപ്രസിദ്ധമാകുന്നു. സമുദ്രങ്ങൾ 100% ശുദ്ധജലമായി മാറുന്നു. ആദ്യമൊക്കെ എല്ലാവരും ആഘോഷിക്കും. എല്ലാത്തിനും ഉപരിയായി 2 ബില്യണിലധികം ആളുകൾ ശുദ്ധജലം ലഭിക്കാനായി കഷ്ടപ്പെടുന്നു. ശുദ്ധജലമുള്ള സമുദ്രങ്ങൾ പ്രകൃതിയുടെ ഒരു സമ്മാനം പോലെ തോന്നും. നിങ്ങൾക്ക് കടലിൽ നിന്ന് നേരിട്ട് കുടിക്കാം. ഡിസാലിനേഷൻ പ്ലാന്റുകൾ ഉപയോഗശൂന്യം. പക്ഷേ ഈ ആഘോഷം അധികകാലം നീണ്ടു നിൽക്കില്ല. മില്യൺ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമുദ്രജീവിവർഗങ്ങൾ ഉപ്പുവെള്ളത്തിൽ അതിജീവിക്കാൻ പരിണമിച്ചു വന്നവരാണ്. ഉപ്പ് പെട്ടെന്ന് കടലിൽ നിന്നും നീക്കം ചെയ്താൽ കൂട്ടനാശം ആരംഭിക്കും. മത്സ്യങ്ങൾ ചത്തുപോകും, പവിഴപ്പുറ്റുകൾ ഇല്ലാതാകും. കടലിലെ ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനമായ സൂക്ഷ്മ പ്ലാങ്ക്ടൺ പൂർണ്ണമായി ഇല്ലാതാകും. ഇല്ലാതെ മത്സ്യകോശങ്ങൾ ഓസ്മോസിസ് വഴി അമിതമായി വെള്ളം അബ്സോർബ് ചെയ്യുകയും അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. മുഴുവൻ ഭക്ഷ്യശൃംഖലകളും തകരും. ഇത് സമുദ്രജീവികളെ മാത്രമല്ല, കടൽ വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും ബാധിക്കും. എന്നാൽ ഇത് സമുദ്രജീവികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സമുദ്രജലത്തിലെ ഉപ്പ് സമുദ്രജല പ്രവാഹങ്ങൾക്കും നിർണായകമാണ്. ഉപ്പില്ലാതെ ഈ പ്രവാഹങ്ങൾ മന്ദഗതിയിലാകുകയോ പൂർണ്ണമായി നിലയ്ക്കുകയോ ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ യൂറോപ്പ് തണുത്തുറന്നേക്കാം, ഇന്ത്യൻ മോൺസൂൺ അപ്രസിദ്ധമായേക്കാം, മരുഭൂമികൾ വ്യാപിച്ചേക്കാം, ചുഴലിക്കാറ്റുകൾ പ്രവാചിതമായ രാക്ഷസന്മാരായി മാറിയേക്കാം. ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ സംവിധാനങ്ങൾ കുഴപ്പത്തിലാകും. വിളകൾ നശിക്കും. കരയിലെ ആവാസ വ്യവസ്ഥകളും തകരും. ഡൊമിനോ പ്രഭാവം തടയാനാവാതായിരിക്കും. ഇവിടെ മറ്റൊരു ട്വിസ്റ്റും കൂടിയുണ്ട്. ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. എല്ലാ സമുദ്രജലവും ശുദ്ധജലമായി മാറിയാൽ മൊത്തം വ്യാപ്തം വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ കടൽ നിരപ്പ് 1.5 മുതൽ 2 അടി വരെ ഉയരുകയും ഇത് മുംബൈ, ന്യൂയോർക്ക്, ബാങ്കോക്ക്, ആംസ്റ്റർഡാം തുടങ്ങിയ തീരദേശ നഗരങ്ങളെ വെള്ളത്തിനടിയിലാക്കുകയും ചെയ്യും. കൂടാതെ ശുദ്ധജലത്തിന് ബൊയാൻസ് എഫക്റ്റ് കുറവാണ്. കപ്പലുകൾക്ക് ഒഴുകി നടക്കാൻ പ്രയാസമാകും. ഗ്ലോബൽ ട്രേഡ് റൂട്ട്സ് തടസ്സപ്പെടും. ഇവയെല്ലാം കേട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ സംഭവം യാഥാർത്ഥ്യമാകുമോ? വാസ്തവത്തിൽ സ്വാഭാവികമായി സംഭവിക്കില്ല. ഭൂമിയുടെ ഉപ്പുവെള്ള സംവിധാനം പുരാതനവും സ്ഥിരവുമാണ്. മുഴുവൻ സമുദ്രത്തിലും ഉപ്പ് നീക്കം ചെയ്യാൻ അവിശ്വസനീയമായ ഊർജമോ സാങ്കേതിക വിദ്യയോ ആവശ്യമാണ്. മനുഷ്യരാശിക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നാൽ പോലും നമുക്ക് അതിനുള്ള വിഭവങ്ങളോ മാർഗങ്ങളോ ഇല്ല. ഉണ്ടെങ്കിൽ പോലും അതിന്റെ അനന്തരഫലങ്ങൾ ഗുണങ്ങളെക്കാൾ എത്രയോ വലുതാകും. ഈ ചിന്താപരീക്ഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ ഓരോ ഘട്ടത്തിലും ഒരു കാരണമുണ്ട്. കടലിലെ ഉപ്പ് ഒരു പോരായ്മയല്ല, അത് നമ്മളുടെ ഗ്രഹത്തെ ജീവിക്കാനുള്ളതാക്കുന്ന ഒരു സവിശേഷതയാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ആ ഉപ്പുവെള്ള കടൽക്കാറ്റ് ആസ്വദിക്കുമ്പോൾ അത് ലോകത്തെ ഒരുമിച്ച് നിർത്തുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. ഇത് നിങ്ങളുടെ മനസ്സിനെ നെറ്റിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. See you soon.